ചോരപ്പുഴ ഒഴുകുന്ന ഡ്രൈനേജുകൾക്ക് മുകളിൽ 47 ദശലക്ഷം ടണ്ണോളം വരുന്ന കെട്ടിടങ്ങളുടെയും സ്ഫോടന വസ്തുക്കളുടെയും മനുഷ്യ ശരീരത്തിന്റെയും അവശിഷ്ടങ്ങൾ. ഇരു രാജ്യങ്ങളിലുമായിട്ട് 1190 67,000-ലധികവുമായിട്ടുള്ള മരണസംഖ്യകൾ. ഒരു നഗരം പൂർണ്ണമായി തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ലോകമെങ്ങുമുള്ള മനുഷ്യ മനസാക്ഷിയെ പിടിച്ചുലച്ച ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിന് 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണമാണ് ഈ ദുരന്തത്തിന്റെ ഏറ്റവും പുതിയ കാരണമെന്നതിലുപരി ഈ പ്രശ്നങ്ങളെല്ലാം ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതല്ല എന്ന് മനസ്സിലാക്കുക. സത്യത്തിൽ ആരാണ് ശരി, ആരാണ് തെറ്റ് എന്നറിയണമെങ്കിൽ 19-ാം നൂറ്റാണ്ടിലെ സയനസത്തിന്റെ ഉദയം മുതൽ 1948-ലെ നഗ്ബ ദുരന്തം, 1967-ലെ അധിനിവേശം, ഗാസയിലെ പട്ടിണി തുടങ്ങി ഈ സംഘർഷത്തിന്റെ യഥാർത്ഥ കാരണങ്ങളാണ് ഞാൻ ഇവിടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. ഇസ്രായേലിയൻ 1195 പേര് കൊല്ലപ്പെട്ടതിന് മറുപടിയായിട്ട് ഗാസയിൽ 67,000-ലധികം എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണക്കാർ കൊല്ലപ്പെടുമ്പോൾ അനുപാതമില്ലായ്മയുടെ താളപ്പിശകുകൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടാനുണ്ടായ യഥാർത്ഥ കാരണങ്ങൾ, ഇരു രാജ്യങ്ങൾക്കും ഇന്ന് വരെയുള്ള നാശനഷ്ടങ്ങൾ, നിലവിലെ അവസ്ഥ, പരിഹാര മാർഗങ്ങൾ, ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ തുടങ്ങി പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രം പെട്ടെന്ന് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാം. ഇതുപോലുള്ള നമുക്ക് ചുറ്റും നടക്കുന്ന പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്താനായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം, മോസ്റ്റ് വെൽക്കം ആൻഡ് ലവ് യു ഓൾ. മൈ നെയിം ഈസ് ആദ്യമേ തന്നെ എവിടെ നിന്നുമാണ് ഈ കലാപങ്ങളുടെ തുടക്കം എന്ന് പരിശോധിക്കാം. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ യൂറോപ്പിൽ ഉയർന്നു വന്ന സയനിസം പ്രസ്ഥാനമാണ് ഈ സംഘർഷത്തിന്റെ ആശയപരമായ അടിസ്ഥാനം എന്ന് വേണം മനസ്സിലാക്കാൻ. ലോകമെമ്പാടുമുള്ള ജൂതർക്ക് പലസ്തീൻ പ്രദേശത്ത് ഒരു രാഷ്ട്രം സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ട ഈ പ്രസ്ഥാനം അക്കാലത്ത് പ്രദേശത്ത് ശക്തമായിരുന്ന അറബ് ദേശീയതയുമായി നേരിട്ട് ഏറ്റുമുട്ടേണ്ട സാഹചര്യം ഉണ്ടാവുകയും 1-ാം ലോക മഹായുദ്ധത്തില് ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ പതനത്തിന് ശേഷം ഈ പ്രദേശം ബ്രിട്ടീഷ് നിയന്ത്രണത്തിലാകുകയുമാണ് ഉണ്ടായത്. 1917-ലെ ബാൽഫോർ പ്രഖ്യാപനം പലസ്തീൻ ജൂതന്മാർക്ക് ഒരു ദേശീയ ഭവനം സ്ഥാപിക്കുന്നതിന് ബ്രിട്ടീഷ് പിന്തുണ നൽകുകയായിരുന്നു. ഈ പ്രഖ്യാപനം അവിടെ താമസിച്ചിരുന്ന പലസ്തീൻ അറബികളുടെ അവകാശങ്ങളെ കണക്കിലെടുക്കാതെ വന്നതിനാൽ സംഘർഷത്തിലേക്ക് നയിക്കാനുള്ള പ്രധാന വിത്തുകൾ പാകി എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി 1948-ലെ യുദ്ധവും നഗ്ബ എന്ന പേരും എന്താണെന്ന് നോക്കാം. 1947-ലെ ഐക്യരാഷ്ട്രസഭ പലസ്തീനെ വിഭജിക്കാൻ തീരുമാനിച്ചെങ്കിലും 1948-ൽ ഇസ്രായേൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിനെ തുടർന്നിട്ട് അറബും ഇസ്രായേലും തമ്മിൽ യുദ്ധം പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ യുദ്ധം പലസ്തീൻ ജനതകളിൽ ദുരന്തം എന്ന അർത്ഥം വരുന്ന നഗ്ബ എന്ന പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. യുദ്ധത്തിന്റെ ഫലമായിട്ട് ഇസ്രായേലി സൈന്യം 7,50,000-ലധികം പലസ്തീൻ അറബികളെ പലായനത്തിന് നിർബന്ധിതരാക്കുകയും പുറത്താക്കുകയും ചെയ്തു. പലസ്തീനുകളെ നീക്കം ചെയ്യാനുള്ള ആശയം സയനിസത്തിൽ സ്വാഭാവികമായിരുന്നു എന്നാണ് അന്നത്തെ പ്രശസ്ത ഇസ്രായേലിയൻ ചരിത്രകാരനായിട്ടുള്ള ബെന്നി മോറിസ് അഭിപ്രായപ്പെട്ടത്. എന്നാൽ ഈ പലായനം ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്ന അവസ്ഥ സൃഷ്ടിച്ചു. 1950-ലെ ഇസ്രായേലിന്റെ ലോ ഓഫ് റിട്ടേൺ ജൂതന്മാർക്ക് പൗരത്വം ഉറപ്പാക്കിയപ്പോൾ പുറത്താക്കപ്പെട്ട പലസ്തീനുകൾക്ക് അത് നിഷേധിക്കപ്പെട്ടു. ഇനി 1967-ലെ അധിനിവേശത്തിന്റെ തുടർച്ച എങ്ങനെയുള്ളതായിരുന്നു എന്ന് നോക്കാം. 1967-ലെ 6 ദിവസം നീണ്ടുനിന്ന യുദ്ധമാണ് സംഘർഷത്തിന്റെ ഭൂമിശാസ്ത്രപരമായ രൂപം മാറ്റിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ യുദ്ധത്തിൽ ഇസ്രായേലിൻ ഈജിപ്തിൽ നിന്ന് ഗാസ മുനമ്പും ജോർദാനിൽ നിന്ന് വെസ്റ്റ് ബാങ്കും കിഴക്കൻ ജെറുസലേമും പിടിച്ചെടുത്തിരുന്നു. 1967 മുതൽ ഈ പ്രദേശങ്ങള് ഇസ്രായേലിന്റെ സൈനിക അധിനിവേശത്തിലാണ് നിലകൊണ്ടിരുന്നത്. അന്താരാഷ്ട്ര സമൂഹങ്ങള് ഈ അധിനിവേശത്തെ നിയമവിരുദ്ധമായി കണക്കാക്കിയിട്ടുണ്ടായിരുന്നു. ഈ അധിനിവേശം വെസ്റ്റ് ബാങ്കിലും ഗാസയിലും ഇസ്രായേലി കുടിയേറ്റ കേന്ദ്രങ്ങൾ വ്യാപിക്കാൻ കാരണമായി. ഈ കുടിയേറ്റങ്ങൾ, അതിർത്തികൾ, ജെറുസലേമിന്റെ പദവി, വെള്ളം, പലസ്തീനുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം എന്നിവയെല്ലാം നിലവിലെ സംഘർഷത്തിന്റെ പ്രധാന വശങ്ങളാണ്. ഇസ്രായേലിന്റെ സുരക്ഷ എന്ന ആശയം പലസ്തീൻ ജനതകളുടെ പലായനത്തിനും സ്വയം നിർണയാവകാശം നിഷേധിക്കുന്നതിലും അധിഷ്ഠിതമായിരിക്കുന്നു. ഈ അടിസ്ഥാനപരമായ വൈരുദ്ധ്യം നിലനിൽക്കുന്നിടത്തോളം കാലം കേവലം സൈനിക ശക്തിയിലൂടെ ശാശ്വത സമാധാനം കൈവരിക്കാൻ കഴിയില്ല എന്നതാണ് ചരിത്രപരമായ വിശകലനം നൽകുന്ന ഒരു വലിയ പാഠം. ഇനി 2023 ഒക്ടോബർ 7 ഇസ്രായേലിൽ ഗാസ നടത്തിയ ആക്രമണങ്ങളുടെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം. ഗാസ യുദ്ധത്തിലേക്ക് നയിച്ച സമീപകാല സംഭവങ്ങൾ ചരിത്രപരമായ പ്രശ്നങ്ങളുടെ നേരിട്ടുള്ള ഫലമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഇതിനെ തുടർന്ന് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ഉപരോധവും സാമ്പത്തിക ഞെരുക്കവും 2007-ൽ ഹമാസ് ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുത്തതിനു ശേഷം ഇസ്രായേൽ ഗാസയ്ക്ക് മേൽ കർശനമായ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ ഈ ഉപരോധത്തെ ന്യായീകരിക്കുന്നുണ്ടെങ്കിലും ഇത് ഗാസയിലെ 2 ദശലക്ഷം ജനങ്ങൾക്ക് മേലുള്ള കളക്റ്റീവ് പണിഷ്മെന്റ് അഥവാ കൂട്ടായ ശിക്ഷയായി വിമർശിക്കപ്പെടുന്നുണ്ട്. ഈ ഉപരോധം ഗാസയുടെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായി തകർത്തു എന്നാണ് മനസ്സിലാക്കാൻ. കാരണം 2023-ൽ ഗാസയിലെ തൊഴിലില്ലായ്മ
79.3% വരെ ഉയർന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. കൂടാതെ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുള്ള വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലി കുടിയേറ്റ കേന്ദ്രങ്ങൾ വർദ്ധിക്കുകയും പലസ്തീനുകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ കൂടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് വർഷങ്ങളായുള്ള ഉപരോധത്തിനും അധിനിവേശത്തിനും അടിച്ചമർത്തലിനും മറുപടി നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹമാസ് 2023 ഒക്ടോബർ 7 ആക്രമണം നടത്തിയത്. ഹമാസും മറ്റ് സായുധ ഗ്രൂപ്പുകളും റോക്കറ്റ് ആക്രമണം നടത്തുകയും തെക്കൻ ഇസ്രായേൽ നഗരത്തിൽ കടന്ന് ആക്രമിക്കുകയും ചെയ്തു. ഈ ആക്രമണത്തിൽ 1195 പേർ കൊല്ലപ്പെടുകയും 251-ലധികം പേരെ ബന്ദികളാക്കുകയും ചെയ്തു. ഇനി ഗാസയുടെ ഈ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേലിന്റെ പ്രതികരണവും സൈനിക നടപടിയും എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം. ഒക്ടോബർ 7 ആക്രമണത്തിന് മറുപടിയായിട്ട് ഇസ്രായേൽ ഗാസയിലെ വൻ തോതിലുള്ള സൈനിക നടപടി ആരംഭിച്ചു. ഹമാസിന്റെ സൈനിക ശേഷി പൂർണ്ണമായും ഇല്ലാതാക്കുക, എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുക, ഇസ്രായേൽ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നിവയായിരുന്നു ഇസ്രായേലിന്റെ യുദ്ധ ലക്ഷ്യങ്ങൾ. ഇസ്രായേൽ സൈന്യം ഗാസ മുനമ്പില് വ്യോമാക്രമണങ്ങളും കരയാക്രമണങ്ങളും തുടങ്ങി. ഗാസയിലെ കടുത്ത ഉപരോധങ്ങളും നിയന്ത്രണങ്ങളും ഇസ്രായേലിന് സുരക്ഷ ഉറപ്പാക്കാനുള്ള മാർഗമായിട്ടാണ് പലപ്പോഴും വിലയിരുത്തപ്പെട്ടത്. എന്നാൽ ഒക്ടോബർ 7 ആക്രമണം തെളിയിക്കുന്നത് കടുത്ത അടിച്ചമർത്തലും സാമ്പത്തിക തകർച്ചയും ഒരു സായുധ ഗ്രൂപ്പിന്റെ പ്രതിരോധ ശേഷി ഇല്ലാതാക്കുന്നതിന് പകരം കൂടുതൽ അക്രമസക്തമായ പ്രതികരണത്തിലേക്ക് നയിക്കുമെന്നുള്ളതാണ്. സൈനിക ശക്തിയിൽ മാത്രം അധിഷ്ഠിതമായ സുരക്ഷാ നയന്ത്രണത്തിന്റെ പരാജയമാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത്. ഇനി രണ്ട് രാജ്യങ്ങളിലും വന്നിട്ടുള്ള നാശനഷ്ടങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റക്കുറച്ചിലിന്റെ കാര്യത്തിൽ വലിയ അസന്തുലിതാവസ്ഥയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇസ്രായേലിന്റെ നാശനഷ്ടങ്ങൾ എടുക്കുകയാണെങ്കിൽ 2023 ഒക്ടോബർ 7 ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇസ്രായേലിന്റെ എണ്ണം ഏകദേശം 1195 ആണ്. ഇതിൽ 815 പേർ സാധാരണക്കാരാണെന്ന് വേണം മനസ്സിലാക്കാൻ. ഈ അപ്രതീക്ഷിത ആക്രമണങ്ങളും അതിന്റെ വ്യാപ്തിയും ഇസ്രായേൽ സമൂഹത്തിൽ വലിയ മാനസികാഘാതം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും ഗാസയിലെ പലസ്തീൻ നാശനഷ്ടങ്ങൾക്ക് പറയാനുള്ളത് ഇതിലും വലിയ ദുരന്ത കഥകളാണ്. ഇസ്രായേലി ആക്രമണം തുടങ്ങിയ ശേഷം ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം 67,000-ലധികം പലസ്തീനികളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. കൊല്ലപ്പെട്ടവരിൽ പകുതിയോളം സ്ത്രീകളും കുട്ടികളുമാണ്. അതുപോലെ തന്നെ ഇതിൽ 80% ആളുകളും സാധാരണക്കാരാണെന്ന് മനസ്സിലാക്കുക. 2023 മാത്രം വെസ്റ്റ് ബാങ്കിൽ 507 പാലസ്തീനികൾ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകളുള്ളത്. ഇത് 2005 ശേഷമുള്ള ഏറ്റവും ഉയർന്ന മരണസംഖ്യയായിരുന്നു. റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഈ മരണസംഖ്യ യുദ്ധത്തിന്റെ ഭീകരതയുടെ ഒരു വശം മാത്രമാണ്. പോഷകാഹാരക്കുറവ്, ശുചിത്വമില്ലായ്മ, വൈദ്യസഹായം ലഭിക്കാത്തത് മൂലമുണ്ടാകുന്ന പരോക്ഷ മരണങ്ങൾ ഈ കണക്കുകളേക്കാൾ വലുതായിരിക്കാം എന്നാണ് അന്താരാഷ്ട്ര പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത് കൂടാതെ ഗാസയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായി തകർന്നിരിക്കുകയാണ്. ഭൗതിക നാശനഷ്ടങ്ങളുടെ മൂല്യം ഏകദേശം $30 ബില്യൺ. ഈ നാശനഷ്ടങ്ങളിൽ അവിടുത്തെ ജനങ്ങളുടെ വീടുകൾക്കാണ് ഏറ്റവും കൂടുതൽ നാശം സംഭവിച്ചിരിക്കുന്നത്. ഏകദേശം 53% കെട്ടിടങ്ങളും ഇപ്പോൾ തകർന്നടിഞ്ഞിരിക്കുകയാണ്. ഇതുകൂടാതെ വാണിജ്യ വ്യവസായ മേഖലകളുടെ 20%വും ഗാസയിലെ പ്രാഥമിക റോഡുകളിൽ 92% നശിച്ചിട്ടുണ്ട്. ഇത് ദുരിതത്തിൽപ്പെട്ടവരെ രക്ഷിക്കാനുള്ള മാനസിക സഹായ വിതരണം പോലും അങ്ങേയറ്റം ദുഷ്കരമാക്കി എന്ന് വേണം മനസ്സിലാക്കാൻ. യുദ്ധത്തിന്റെ ഫലമായിട്ട് ഗാസ ഗവർണറേറ്റിലെ പട്ടിണി പ്രഖ്യാപിക്കപ്പെട്ടു എന്ന ദുഃഖകരമായ വാർത്ത നമ്മൾ എല്ലാവരും കണ്ടതാണ്. 90% ജനങ്ങളും പലായനം ചെയ്യപ്പെട്ടു. ഇനി ഇതിലെ ഏത് രാജ്യത്തിന്റെ ഭാഗത്താണ് തെറ്റ് എന്ന ചോദ്യത്തിന് അന്താരാഷ്ട്ര നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ചോദ്യത്തിന് ലളിതമായ ഒരു ഉത്തരം നൽകാൻ കഴിയില്ല എന്നുള്ളതാണ്. അന്താരാഷ്ട്ര നിയമത്തിന്റെ വെളിച്ചത്തിൽ ഇരുപക്ഷവും നടത്തിയ നിയമലംഘനങ്ങളെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ മാത്രമേ ഒരു നിഗമനത്തിൽ എത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആദ്യം ഹമാസിന്റെ നിയമലംഘനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് പരിശോധിക്കാം. ഹമാസിന്റെ ഭാഗത്ത് നിന്ന് സാധാരണക്കാരെ മനഃപൂർവ്വം ലക്ഷ്യമിട്ടതും ബന്ദികളാക്കിയതും അന്താരാഷ്ട്ര നിയമപ്രകാരം ഗുരുതരമായ കുറ്റങ്ങളാണ്. 2023 ഒക്ടോബർ 7 ആക്രമണത്തിൽ ഹമാസിന്റെ സൈനിക വിഭാഗം സിവിലിയന്മാർക്കെതിരെ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ നടത്തുന്നതായി ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിവിലിയൻ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് ഹ്യൂമൻ ഷീൽഡ്സ് അഥവാ സൈനിക നടപടികൾ നടത്തുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമായിട്ട് കണക്കാക്കാം. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ നിയമപരമായ ബാധ്യതകളും വിമർശനങ്ങളും നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ അന്താരാഷ്ട്ര നിയമപ്രകാരം ഗാസയുടെ അധിനിവേശ ശക്തി എന്ന നിലയിൽ അവിടുത്തെ ജനങ്ങൾക്ക് ഭക്ഷണം, വെള്ളം, വൈദ്യസഹായം എന്നിവ പോലുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ ഉറപ്പാക്കാൻ ബാധ്യസ്ഥരാണ്. എന്നാൽ ഗാസയിലേക്കുള്ള സഹായ വിതരണത്തിന് ഇസ്രായേൽ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇത് അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ളവർ അപലപിച്ചിട്ടുണ്ട്. ഉപരോധം തുടരുന്നത് കൂട്ടായ ശിക്ഷയായി കണക്കാക്കപ്പെടുന്നു. കൂടാതെ ഇസ്രായേൽ സാധാരണക്കാരെ ലക്ഷ്യമിടുന്നില്ല എന്നും തീവ്രവാദികളെയാണ് ലക്ഷ്യമിടുന്നതെന്നും വാദിക്കുമ്പോൾ 67,000-ലധികം വരുന്ന പലസ്തീൻ മരണസംഖ്യയും കൊല്ലപ്പെട്ടവരിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉയർന്ന അനുപാതവും ഇസ്രായേലിന്റെ സൈനിക പ്രതികരണത്തിന്റെ അനുപാതമില്ലായ്മയെക്കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. അന്താരാഷ്ട്ര നിയമപ്രകാരം ഒരു സൈനിക പ്രതികരണം അതിന്റെ ലക്ഷ്യവുമായി അനുപാതമുള്ളതായിരിക്കണം. ഈ സംഘർഷത്തിൽ ഇരുപക്ഷത്തും നിയമപരമായിട്ടുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ ഒരു ഭാഗത്ത് അന്താരാഷ്ട്ര നിയമത്തിന്റെ പിന്തുണയില്ലാത്ത ഒരു സായുധ ഗ്രൂപ്പും മറുഭാഗത്ത് അമേരിക്കയിൽ നിന്നും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും വൻതോതിൽ ആയുധ സഹായം ലഭിക്കുന്ന ഒരു പരമാധികാര രാജ്യവുമാണ്. ഈ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര നിയമം തുല്യമായി പ്രയോഗിക്കപ്പെടുന്നതിൽ പരാജയപ്പെടുന്നു എന്ന തോന്നൽ ശക്തമാണ്. ഒരു കക്ഷിക്ക് ശിക്ഷയില്ലാതെ നിയമലംഘനങ്ങൾ നടത്താൻ സാധിക്കുന്നു എന്ന കാഴ്ചപ്പാട്
ഭാവിയിലെ സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുകയും സമാധാന ശ്രമങ്ങളെ അപ്രസക്തമാക്കുകയും ചെയ്യും. നിലവിൽ ഇരു രാജ്യങ്ങൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഗാസയിൽ പലായനം ചെയ്ത ലക്ഷക്കണക്കിന് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന IDP ക്യാമ്പുകളിൽ പോലും ഇസ്രായേലി അക്രമങ്ങൾക്ക് വിധേയമാകുന്ന ദയനീയ സാഹചര്യങ്ങളിലൂടെയാണ് അവിടുത്തെ ഓരോ മനുഷ്യരും ഇന്ന് കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ഇസ്രായേലിൽ നടന്ന ഒക്ടോബർ 7 സുരക്ഷാ വീഴ്ചയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ഭാവി അനിശ്ചിതത്വത്തിലാണ്. ഹമാസിനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ തുടരുമ്പോഴും യമനിലെ ഹൂത്തികൾ പലസ്തീൻ 2 പോലുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ ഇസ്രായേലിന് നേരെ ഉപയോഗിക്കുന്നതും ലെബനൻ അതിർത്തിയിലെ ഹിസ്ബുള്ളയുമായുള്ള സംഘർഷങ്ങളും ഇസ്രായേലിന്റെ സുരക്ഷാ വെല്ലുവിളികൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഗാസ യുദ്ധം ഇസ്രായേലിനെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. US-നും യൂറോപ്യൻ സഖ്യത്തിനും ഇടയിൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെടുകയും പ്രാദേശിക തലത്തിൽ ഇറാനെയും അതിന്റെ പ്രതിരോധ അച്ചുതണ്ടിനെയും ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇറാൻ ഈ സംഘർഷത്തെ ഇസ്രായേലി അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്താനും അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനും ഉപയോഗിക്കുന്നു. ഇനി സമാധാന ചർച്ചകളുടെ സ്ഥിതി നോക്കുകയാണെങ്കിൽ ഈജിപ്തിലും ഖത്തറിലും വെടിനിർത്തൽ, ബന്ദിമോചനം എന്നിവയ്ക്കായി പരോക്ഷ ചർച്ചകൾ നടന്നിട്ടുണ്ടെങ്കിലും സൈനിക നടപടികൾ തുടരുകയാണ്. ഇരുപക്ഷവും തങ്ങളുടെ പരമാവധി ആവശ്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നത് ചർച്ചകളെ വഴിമുട്ടിക്കുന്നുണ്ട്. വെടിനിർത്തൽ ശ്രമങ്ങൾ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചതായിട്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി ഈ സംഭവങ്ങളെ എല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഇരു രാജ്യങ്ങളുടെയും സംഘർഷങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ അന്താരാഷ്ട്ര സമൂഹം പിന്തുണയ്ക്കുന്ന ദ്വിരാഷ്ട്രീയ പരിഹാരം, അതായത് 2 സ്റ്റേറ്റ് സൊല്യൂഷൻ മാത്രമാണ് വഴിയെന്ന് ഐക്യരാഷ്ട്രസഭ ആവർത്തിച്ച് പറയുന്നുണ്ട്. പലസ്തീനികൾക്ക് സ്വയം നിർണയാവകാശം ഉറപ്പാക്കാൻ ഇത് അനിവാര്യമാണ്. എന്നാൽ ഇസ്രായേലി നേതാക്കൾ ഈ ഫോർമുലയെ വ്യക്തമായി തള്ളിക്കളയുന്നുണ്ട്. ദ്വിരാഷ്ട്ര പരിഹാരം നിഷേധിക്കുന്നത് സംഘർഷം അനന്തമായി നീട്ടിക്കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ പലസ്തീൻ ജനതകളുടെ അവകാശങ്ങൾ പൂർണ്ണമായി നിഷേധിക്കപ്പെടുന്ന ഏകരാഷ്ട്രം എന്ന അവസ്ഥയിലേക്കോ നയിക്കും. ഇനി ഈ സംഘർഷ സാഹചര്യങ്ങൾ നിലനിൽക്കെ ഗാസയുടെ പുനർനിർമ്മാണ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗാസയുടെ പുനർനിർമ്മാണം ഒരു എളുപ്പമുള്ള കാര്യമല്ല എന്നത് നമ്മൾ കണ്ടതാണ്. 41 മുതൽ 47 ദശലക്ഷം ടൺ വരെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുക, സ്ഫോടന വസ്തുക്കൾ നിർവീര്യമാക്കുക, ജനങ്ങൾക്ക് അഭയം നൽകുക എന്നിങ്ങനെ വൻ വെല്ലുവിളികൾ നിറഞ്ഞതാണ് ഈ ദൗത്യം. പുനർനിർമ്മാണത്തെക്കാൾ വലുതായ മറ്റൊരു പ്രതിസന്ധി ഭരണപരമാണ്. യുദ്ധാനന്തരം ഗാസയെ ആര് ഭരിക്കും എന്ന ചോദ്യമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇസ്രായേലിന്റെ സൈനിക നിയന്ത്രണം ഒരു വശത്തും തകർന്നടിഞ്ഞ ഗാസയെ ഭരിക്കാൻ പലസ്തീൻ അതോറിറ്റിക്ക് മതിയായ ശേഷിയില്ല എന്ന വസ്തുത മറുവശത്തുമുണ്ട്. രാഷ്ട്രീയ പരിഹാരമില്ലാതെ ഗാസയുടെ പുനർനിർമ്മാണം തുടങ്ങിയാൽ ആ സഹായങ്ങളെല്ലാം പാഴായി പോകാനാണ് സാധ്യത. നിലവിലെ സാമ്പത്തിക ദുരിതം കുറയ്ക്കുന്നതിലും സുരക്ഷ ഉറപ്പാക്കുന്നതിലും പരാജയപ്പെട്ടാൽ അടുത്ത സംഘർഷത്തിനുള്ള വളക്കൂറുള്ള ഒരു മണ്ണായിട്ട് ഗാസ മാറും. അതിനാൽ സുരക്ഷ, രാഷ്ട്രീയ പരിഹാരം, പുനർനിർമ്മാണം എന്നിവ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഈ പ്രദേശത്ത് സ്ഥിരമായ സമാധാനം ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ വാർത്തകളെല്ലാം മനസ്സിന് മരവിപ്പ് നൽകുന്നുണ്ടെങ്കിൽ അതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. കാരണം നമ്മൾ കണ്ടത് മരണത്തിന്റെ വെറും സംഖ്യകൾ മാത്രമല്ല, ചോരയും കണ്ണീരും കൊണ്ട് എഴുതിയ ചരിത്രങ്ങളാണ്. ഗാസയിലെ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്ക് ഇടയിൽ കളിക്കാൻ ഇന്ന് കുട്ടികളില്ല. ജീവനോടെ ബാക്കിയായ 90% പലായനം ചെയ്യപ്പെട്ടവരും അടുത്ത നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. ഒക്ടോബർ 7 ഇസ്രായേലി ജനത അനുഭവിച്ച ദുരിതത്തിനും അതിനുശേഷം ഗാസയിൽ കൊല്ലപ്പെട്ട 67,000-ലധികം വരുന്ന സാധാരണക്കാരുടെയും കുട്ടികളുടെയും നിലവിളിക്കും ആരാണ് ഉത്തരം പറയുക? ഈ സംഘർഷം സൈനിക വിജയം നേടുന്നവർക്ക് പോലും നഷ്ടം മാത്രമേ നൽകിയിട്ടുള്ളൂ. ഇരു രാജ്യങ്ങളുടെയും ഈ ചരിത്ര വിശകലനത്തിലൂടെ ഒരു ചോദ്യമാണ് ബാക്കി വെക്കുന്നത്: അടുത്ത തലമുറകളും ഈ തീരാ ദുരിതം അനുഭവിക്കേണ്ടി വരുമോ? വെടിനിർത്തലുകൾ ഒരു താൽക്കാലിക ആശ്വാസമായി മാത്രമാണ് കാണേണ്ടത്. ഈ ഭൂമിയിലെ ഓരോ മനുഷ്യനും പലസ്തീനും ഇസ്രായേലും തുല്യമായി ജീവിക്കാനുള്ള അവകാശം ഉറപ്പാക്കാൻ ലോകത്തെ ഒരുമിപ്പിച്ച് നിർത്താൻ പ്രതിജ്ഞ എടുക്കേണ്ടി വരും. അല്ലാത്ത പക്ഷം ഇന്ന് നമ്മൾ കണ്ട ഈ ദുരിതം നാളത്തെയും ചരിത്രമായി മാത്രം മാറും. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും പ്രതീക്ഷകളും കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നത് വരേക്കും സ്നേഹപൂർവ്വം ദാസൻ നെന്മാറ.